നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇനി വരുന്ന പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, വഖഫ് നിയമ ഭേദഗതി ബില്ല് പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ. ജഗദംബിക പാലാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ആര്? ഡോക്ടർ പി ടി ബാബുരാജ് ആണ് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥനാണ്. കൃഷിഭവനുകളുടെ പ്രവർത്തന രീതികൾ മെച്ചപ്പെടുത്തി കർഷകർക്ക് ഏറ്റവും മികച്ച സേവനം ലഭ്യമാക്കാനുള്ള കൃഷി വകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്ത്? വളരെ ഇമ്പോർട്ടൻറ്റ്, കേരള സർക്കാരിന്റെ പദ്ധതിയാണ് അനുഭവം. ഇപ്പൊ കൃഷിഭവനുകളുടെ പ്രവർത്തന രീതികൾ മെച്ചപ്പെടുത്തി കർഷകർക്ക് ഏറ്റവും മികച്ച സേവനം ലഭ്യമാക്കുന്നതിനുള്ള കൃഷി വകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്താ? അനുഭവം എന്നതാണ്. അടുത്തതൊരു പോർട്ടലാണ്. ഇപ്പോൾ പോർട്ടൽസ്, ആപ്ലിക്കേഷൻസ് ഒക്കെ PSC എപ്പോഴും ചോദിക്കാറുണ്ട്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംയോജിത പോർട്ടലിന്റെ പേരാണ് കതിർ എന്നത്. ഇപ്പൊ കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംയോജിത പോർട്ടലിന്റെ പേരെന്താ? കതിർ. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന 10th പ്രിലിംസ് 2024-25 പ്രിലിംസ് ഒൺലി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രിലിംസ് ആൻഡ് മെയിൻസ് വേണ്ടവർക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡഡ് ആയിട്ടും ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫീസിന് വൻപൻ ഡിസ്കൗണ്ട് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് GK, അതുപോലെ പ്രിലിംസിന്റെ മോഡൽ എക്സാം, മെയിൻസിന്റെ എക്സാം എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ്, വിത്ത് സ്റ്റഡി പ്ലാൻ ആണ്, എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത വർഷം വിളിക്കാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബാച്ച് കോഴ്സ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് കോഴ്സുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ എല്ലാം കിട്ടണമെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ക്ലാസ് കണ്ടിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. എല്ലാം കൂടെ പാക്കേജാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. കേരളത്തിൽ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപീകൃതമായത് ഏത് വർഷമാണ്? 2023 കേരളത്തിൽ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപീകൃതമായത്. അടുത്തത്, കുടിയേറ്റ തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള കാര്യക്ഷമവും സുതാര്യവുമായ ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കാനായി പുറത്തിറക്കിയ ആപ്പിന്റെ പേരാണ് ഭായി ലോഗ് ആപ്പ്. അപ്പൊ കുടിയേറ്റ തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള കാര്യക്ഷമവും സുതാര്യവുമായ ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പുറത്തിറക്കിയ ആപ്പിന്റെ പേരെന്താ? ഭായി ലോഗ് ആപ്പ്. കേരള സർക്കാരിന്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതിയുടെ പേരാണ് എന്നൂര് എന്നത് കേരള സർക്കാരിന്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതിയുടെ പേരാണെന്ന് ഓർക്കുക. അടുത്തിടെ ആരംഭിച്ച കേരളത്തിന്റെ ആഭ്യന്തര 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പേരെന്താ? കേരള ക്രിക്കറ്റ് ലീഗ്. അടുത്തിടെ ആരംഭിച്ച കേരളത്തിന്റെ ആഭ്യന്തര 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പേരെന്താണ്? കേരള ക്രിക്കറ്റ് ലീഗ്. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്ത് നിന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ഓർക്കുക. മധ്യപ്രദേശിൽ നിന്നാണ്, കേരളത്തിൽ നിന്നല്ല, മധ്യപ്രദേശിൽ നിന്ന്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്യാം.
വഖഫ് നിയമ ഭേദഗതി ബില്ല് പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷന്റെ പേരെന്താ? ജഗദംബിക പാൽ. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായതാരാണ്? ഡോക്ടർ PT ബാബുരാജാണ്. ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പേരെന്താ? TV സോമനാഥൻ. കൃഷിഭവനുകളുടെ പ്രവർത്തന രീതികൾ മെച്ചപ്പെടുത്തി കർഷകർക്ക് ഏറ്റവും മികച്ച സേവനം ലഭ്യമാക്കാനുള്ള കൃഷി വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് അനുഭവം എന്നത്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംയോജിത പോർട്ടലിന്റെ പേരാണ് കതിർ. ഇനി കേരളത്തിൽ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപീകൃതമായ വർഷം ഏതാണ്? 2023. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അടുത്തത് ഒരു ആപ്പാണ്, ഭായ് ലോഗ് ആപ്പ്. കുടിയേറ്റ തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള കാര്യക്ഷമവും സുതാര്യവുമായ ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പുറത്തിറക്കിയ ആപ്പിന്റെ പേരാണ് ഭായ് ലോഗ് ആപ്പ്. ഇനി കേരള സർക്കാരിന്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതിയുടെ പേരെന്താ? എന്നൂര്. അടുത്തിടെ ആരംഭിച്ച കേരളത്തിന്റെ ആഭ്യന്തര 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പേരാണ് കേരള ക്രിക്കറ്റ് ലീഗ്. മധ്യപ്രദേശിൽ നിന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമം ഏത്? ഗുജറാത്തിലെ മദാപൂർ ഗ്രാമമാണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മദാപൂർ ഗ്രാമമാണ് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരുടെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്നത് ഡോക്ടർ ലീലാവതിയുടെ ആത്മകഥയാണ്. സാധ്യതാ ചോദ്യമാണ്. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ ലീലാവതി. അടുത്തിടെ പ്രമേഹ സാധ്യത കുറയ്ക്കാൻ ശേഷിയുള്ള അരി വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ്. അടുത്തിടെ പ്രമേഹ സാധ്യത കുറയ്ക്കാൻ ശേഷിയുള്ള അരി വികസിപ്പിച്ച രാജ്യമാണ് ഫിലിപ്പീൻസ്. നഗരസഭകളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കിയുള്ള 2024 അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം തന്നെയാണ്. അപ്പോൾ കേരളം ഒന്നാമത്തെ പൊസിഷൻ എത്തിയത് കൊണ്ട് തന്നെ ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നഗരസഭകളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കിയുള്ള 2024 അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാ? കേരളമാണെന്ന് ഓർക്കുക. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയതാരാണ്? ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. മിഥുൻ ചക്രവർത്തി. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയതാരാ? മിഥുൻ ചക്രവർത്തി. ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാ? 3ാം സ്ഥാനമാണ്. ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 3ാമത്. 1ാം സ്ഥാനത്തെത്തിയത് US ആണെന്നും 2ാം സ്ഥാനത്തെത്തിയത് ചൈനയാണെന്നും ഓർക്കുക. 1ാം സ്ഥാനം US, 2ാം സ്ഥാനം ചൈനയാണെന്ന് ഓർക്കുക. അടുത്തിടെ US സംസ്ഥാനങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് ഹെലൻ. വാർത്താ പ്രാധാന്യം നേടിയ ഒരു കറണ്ട് അഫെയർ ആണ്. ഒരു ചുഴലിക്കാറ്റിന്റെ പേരാണ് ഹെലൻ. US സംസ്ഥാനങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ഹെലൻ. ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് 14 വർഷത്തിന് ശേഷം കമ്മീഷൻ ചെയ്ത കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് തൊട്ടിയാർ എന്ന പദ്ധതി. ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് 14 വർഷത്തിന് ശേഷം കമ്മീഷൻ ചെയ്ത കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയുടെ പേരെന്താ? തൊട്ടിയാർ. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ശേഷം ജാതി സെൻസസ് പ്രഖ്യാപിച്ച 3ാമത് സംസ്ഥാനമാണ് തെലങ്കാനയാണ്. അപ്പോൾ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്, 2ാമത്തെ സംസ്ഥാനം ബീഹാർ ജാതി സെൻസസ്, 3ാമത്തെ സംസ്ഥാനം തെലങ്കാന. അടുത്ത ചോദ്യം, മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡ് നേടിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡ് നേടിയത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായതാരാണ്? വളരെ ഇമ്പോർട്ടൻറ്റ്, സഞ്ജീവ് ഖന്നയാണ് ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായത്.
സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ മേഖലയിൽ സമ്പൂർണ്ണ സ്റ്റാമ്പിംഗ് സേവനം നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. പ്രതീക്ഷിത ചോദ്യം. സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ മേഖലയിൽ സമ്പൂർണ്ണ സ്റ്റാമ്പിംഗ് സേവനം നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. ദേശീയ സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അംബാസിഡറായി നിയമിതയായ ചലച്ചിത്ര താരമാര? രശ്മിക മന്ദാന. രശ്മിക മന്ദാനയാണ് ദേശീയ സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അംബാസിഡറായി നിയമിതയായ ചലച്ചിത്ര താരം രശ്മിക മന്ദാന. 2024 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 105ാമത്തെ സ്ഥാനമാണ്. ഇമ്പോർട്ടൻറ്റ് ചോദ്യം. 2024 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105. എത്ര രാജ്യങ്ങളുടെ കണക്കെടുത്തപ്പോഴാണ്? 127 രാജ്യങ്ങൾ ഉൾപ്പെട്ട പട്ടികയിലാണ് ഗുരുതര വിഭാഗത്തിൽ ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ത്യയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 105ാം സ്ഥാനം. 2023 111ാം സ്ഥാനമായിരുന്നു. അന്ന് 125 രാജ്യങ്ങളുടെ പട്ടികയിലായിരുന്നു. ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനം? 111ാം സ്ഥാനം. 2024 105ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? മറ്റത്തൂർ, തൃശൂർ. ഇന്ത്യയിലെ ആദ്യ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെ? മറ്റത്തൂർ, തൃശൂർ. ഓക്കെ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. ചോദ്യം. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമം? മധാപൂർ ഗ്രാമം, ഗുജറാത്ത്. ആരുടെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ? ഡോക്ടർ എം ലീലാവതിയുടേതാണ്. അടുത്തിടെ പ്രമേഹ സാധ്യത കുറയ്ക്കാൻ ശേഷിയുള്ള അരി വികസിപ്പിച്ച രാജ്യമാണ് ഫിലിപ്പീൻസ്. 2024 അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മിഥുൻ ചക്രവർത്തി. ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 3ാമത്തെ സ്ഥാനം. 1ാം സ്ഥാനം US, 2ാം സ്ഥാനം ചൈന. അടുത്തിടെ US സംസ്ഥാനങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് ഹെലൻ ചുഴലിക്കാറ്റ്. തൊട്ടിയാർ എന്നത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയാണ്. ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് 14 വർഷത്തിനു ശേഷം കമ്മീഷൻ ചെയ്ത പദ്ധതി. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ശേഷം ജാതി സെൻസസ് പ്രഖ്യാപിച്ച 3ാമത് സംസ്ഥാനമാണ് തെലങ്കാന. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡ് നേടിയത് പുല്ലമ്പാറ, തിരുവനന്തപുരം. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായത് സഞ്ജീവ് ഖന്നയാണ്. സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ മേഖലയിൽ സമ്പൂർണ്ണ സ്റ്റാമ്പിംഗ് സേവനം നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ദേശീയ സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അംബാസിഡറായി നിയമിതയായ ചലച്ചിത്ര താരം രശ്മിക മന്ദാനയാണ്. 2024 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105. 2024 എത്ര രാജ്യങ്ങളുടെ പട്ടികയിലാണ് 105ാം സ്ഥാനം ഇന്ത്യക്ക് വന്നത്? 127 രാജ്യങ്ങളുടെ പട്ടികയിൽ. 2023 125 രാജ്യങ്ങളുടെ പട്ടികയിൽ 111ാം സ്ഥാനമായിരുന്നു ഇന്ത്യക്ക്. ഇന്ത്യയിലെ ആദ്യ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? മറ്റത്തൂർ, തൃശൂർ. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, എല്ലാം ഓർത്ത് വെച്ചിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നമുക്ക് വേണ്ട കോഴ്സുകളെല്ലാം പൊക്കോണ്ടിരിക്കുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഓക്കെ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.